ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മെൻസ് ഷർട്ടിൻ്റെ പ്ലാക്കറ്റ് ഉണ്ടല്ലോ കയ്യിൻ്റെ, അതും അതിൻ്റെ അത് എങ്ങനെയാണ് തയ്ക്കുന്നത് എന്നാണ് നോക്കുന്നത്. ഇപ്പോൾ സാധാരണയായിട്ട് നമ്മുടെ മെൻസിന് മാത്രമല്ല നമ്മുടെ ഗേൾസിന് യൂണിഫോം തയ്ക്കുമ്പോഴും ഇത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് പഠിച്ചിരിക്കൽ നമുക്ക് അത്യാവശ്യമാണ് അല്ലേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റിൽ തന്നെ ഞാനിത് കട്ട് ചെയ്യണത് എടുക്കാൻ വേണ്ടി വിട്ടുപോയി. അപ്പോൾ ഞാൻ ഇതിൽ ജസ്റ്റ് ഒന്ന് അതിൻ്റെ അടയാളങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാം. ഇതുപോലെ ഇതിൽ കാണുന്ന അതേ ലെങ്ത്തിൽ തന്നെ എടുത്താൽ മതി. അതുതന്നെ ഏകദേശം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് വരാറ് കേട്ടോ. ഇനി നിങ്ങൾക്ക് കൈയിൻ്റെ അളവ് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് നോക്കാം, വിടുത്തും അതുപോലെ തന്നെ. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ചെരിച്ചൊന്ന് വെട്ടി ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ കോളറൊക്കെ ചെയ്യാറില്ലേ, അതുപോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. നമ്മൾ കോളറിൻ്റെ അതുപോലെ തന്നെയാണ് ഫസ്റ്റ് നമ്മൾ ചീത്ത സൈഡിൽ വെച്ചിട്ടൊന്ന് അതിൻ്റെ ഇത് ഭാഗം തയ്ച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതിന് ശേഷം വേറൊരു പീസ് എടുത്തിട്ട്, ഇനി അതല്ല അതിൽ തന്നെ വേണമെന്ന് വെച്ചെങ്കിൽ കുറച്ചും കൂടി വീതിയുള്ള പീസ് എടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. മറിച്ച് കൊടുത്തിട്ട് സൈഡൊക്കെ ഒന്ന് കറക്റ്റായിട്ട് അതിൻ്റെ തുമ്പൊക്കെ ഒന്ന് ശരിയായിട്ട് വെക്കുക കേട്ടോ. നമ്മൾ കോളർ ചെയ്യാറില്ലേ, അതുപോലെ തന്നെ കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് ഞാനിത് ഇട്ടുന്നേ ഉള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ പ്ലാക്കറ്റ് തയ്ക്കണം ഫസ്റ്റ്, എന്നിട്ട് വേണം ഇതിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മുടേത് റെഡിയായി. ഇനി ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്ന് 4 ഇഞ്ചാണ് നമുക്ക് സൈഡിൽ നിന്ന് കൊടുക്കേണ്ടത്. ഒരു 5 ഇഞ്ച് ലെങ്ത്തും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു 1/2 ഇഞ്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 1/2 ഇഞ്ച് ഒരേ എത്രയാണോ നമ്മൾ അളവെടുക്കുന്നത് അത്രയും തന്നെ 2 സൈഡിൽ ഒരുപോലെ എടുക്കണം കേട്ടോ. എന്നിട്ട് അത് എടുത്തിട്ട് ഒന്ന് വരച്ചു കൊടുത്തോളൂ. വരച്ചു കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അളവ് തെറ്റിപ്പോയാലോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് വരച്ച് അതിലൂടെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് വീഡിയോ കണ്ടിഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ദെൻ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറന്നു പോകരുത് കേട്ടോ. ഇനി ഇതുപോലെ ഒരു പീസ് എടുക്കുക. നമ്മൾ ഈ പീസിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചാണ്, ലെങ്ത്ത് 5 ഇഞ്ചാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ നമുക്കൊരു 10 ഇഞ്ചാണ് കറക്റ്റ് വേണ്ടത്. അപ്പോൾ ഒരു 12 ഇഞ്ച് എടുത്തോളൂ, 2 ഇഞ്ച് ഏറിയാലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇനി ഇതിൻ്റെ 2 സൈഡിലും ഇതുപോലെ ഒന്നെങ്കിൽ ഇതുപോലെ തയ്ച്ച് കൊടുക്കാം, അതിൻ്റെ സെൻറ്ററും ഒരുപോലെ ഇങ്ങനെ കൊടുക്കാം, വലിയ സ്റ്റിച്ചിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. ഇസ്തിരി ഇട്ട് കൊടുത്താൽ അതൊന്ന് കറക്റ്റായിട്ട് നിൽക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്കൊരു അടയാളം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ കട്ട് ചെയ്ത ഭാഗം നന്നായിട്ട് ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് അതിലൂടെ അങ്ങ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ക്ലോസ് ചെയ്തിട്ട് ജസ്റ്റ് നല്ല ഈസിയാണ് കേട്ടോ ഇത്, നമ്മൾക്ക് കാണുന്ന പോലെ ഒന്നുള്ള പ്രയാസമില്ല. ഇനി അത് നമുക്കൊന്ന് മടക്കി ഒന്ന് കൊടുക്കണം. നമ്മൾ ഓൾറെഡി അടിച്ചു വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിരിക്കും. ഇനി സ്ഥിരക്കിട്ടാലും നല്ല എളുപ്പത്തിൽ പറ്റും കേട്ടോ. ഇനി ഇത് നമ്മളിതിങ്ങനെ തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ചീത്ത സൈഡിലാണ് നമ്മൾ ഫസ്റ്റ് ഉള്ള അടി അടിച്ചു കൊടുക്കുന്നത്, പിന്നെയാണ് നമ്മൾ നല്ല സൈഡിൽ അടിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ നല്ല സൈഡിലാണ് അടിക്കുന്നത്, മടക്കി കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചീത്ത സൈഡിൽ കൊടുത്തു, പിന്നീടാണ് നമ്മൾ നല്ല സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഇനി അത് നമ്മൾ ഒന്ന് ജസ്റ്റ് നമ്മുടെ പ്ലാക്കറ്റ് എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്താൽ, ജസ്റ്റ് ഇങ്ങനെ മടക്കി കൊടുക്കുമ്പോഴേ ആ ഷേപ്പ് കിട്ടും കേട്ടോ. പിന്നെ ആ ഒരു ലെവലിൽ നമ്മളൊന്ന് മടക്കി കൊടുത്തിട്ട് ഒന്നിങ്ങനെ കൈ കൊണ്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ അതങ്ങ് അവിടെ ഇരുന്നോളും. ഇനി നമുക്ക് 1 ഇഞ്ച് വിട്ടിട്ട്, അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ച്, 1 ഇഞ്ച് കൊടുത്താൽ ഏറ്റവും നല്ല പെർഫെക്ഷനായിട്ട് കിട്ടും കേട്ടോ. ഇങ്ങനെ കൊടുത്തിട്ട് ജസ്റ്റ് ഒരു പ്രസ് അടി കൊടുത്തിട്ട് ഒന്ന് ചെയ്ത് കൊടുത്താൽ നല്ല വൃത്തിക്ക് തന്നെ അവിടെ ഇരുന്നോളും. ഇനി നമുക്ക് അതിൻ്റെ താഴ്ഭാഗത്ത് കോളർ പോലെ എന്ന് പറഞ്ഞില്ലേ ഞാൻ, അതുപോലെ അത് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു 2 നെറി, ഒരു 3 നെറി വരുന്നുണ്ട്. ഒരു ഭാഗത്ത് 2 നെറിയും മറ്റേ ഭാഗത്ത് ഒരു ഓപ്പൺ സൈഡിൽ, അങ്ങനെ സൈഡല്ല, അപ്പോൾ മറ്റേ സൈഡിൽ ഒരു നെറി കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ സ്ലീവ് ക്ലോസ് ചെയ്യണം കേട്ടോ നമ്മൾ അളവിൽ. അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇപ്പോൾ അതിൽ കണ്ടിട്ടില്ലേ, ക്ലോസ് ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റാണ്
ഈ ഒരു ഇത് ജോയിൻ ചെയ്യണത്. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അത് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗം നമ്മൾ കൊടുക്കുക, എന്നിട്ട് അത് ക്ലോസ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് പ്രസ് അടി കൊടുക്കുക. എത്രയും ഈസിയാണ്. നമുക്കത് പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ട് പോകുന്നുണ്ട്. ഞാൻ നെറിവ് കൊടുക്കുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ, അപ്പോൾ അതതുപോലെ ചെയ്യാം. പിന്നെ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വെച്ചെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തായാലും നമ്മുടെ വീട്ടിലൊരു മെൻസിൻ്റെ ഒരു ഷർട്ട് കാണാതിരിക്കില്ലല്ലോ അല്ലേ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയറിൽ ഒന്ന് നോക്കിയാൽ മതി, അപ്പോൾ അത് മനസ്സിലാവും കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോയും കൂടി കണ്ടാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ക്ലിയറായിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. കുറേയൊക്കെ നമ്മൾ തിങ്ക് ചെയ്തിട്ട് നമ്മൾ ചെയ്ത് നോക്കുക ഒന്നുകൂടി. പിന്നെ വീഡിയോ ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് കുറേ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനും മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് നെറിവ് കൊടുക്കണം. ഈ നെറിവ് എന്തിനാണ് കൊടുക്കുന്നത്? നമുക്ക് അവിടെ കുറച്ച് ലൂസ് കിട്ടും. പിന്നെ എന്താ ആ ഒരു നമുക്ക് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ കോളർ പോലെയുള്ള അതിൻ്റെ അവിടെ നമുക്ക് അതൊരു വിടുത്ത് ഒരു പാകവും വേണ്ടേ. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. കണ്ടോ, നല്ല നീറ്റായിട്ട് നിൽക്കണേ. അപ്പോൾ ഇതുപോലെയുള്ളൂ കേട്ടോ. ഈസി ആയിട്ട് തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഒരു ഇത് ശരിയായിട്ടുണ്ട്, ഒരു കൈ ശരിയായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്ലീവും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യുക. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കുക, പ്രസ് അടി കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഈസി ആയിട്ടുണ്ട്. നിങ്ങളിത് കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണല്ലേ കേട്ടോ. കാണുന്നവരൊറ്റൊന്നും ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, കണ്ടിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യണത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണാതെ ഇരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇപ്പോൾ നമ്മുടെ 2 സ്ലീവും റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ, അതുപോലെ നല്ല നീറ്റിൽ കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തവർ ഞാൻ ട്രൈ ചെയ്തു, എനിക്ക് വളരെ ഉപകാരമായിട്ട് ആയി എന്നോ, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എനിക്ക് മനസ്സിലായില്ല എന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ്. ഇനി നമുക്കിവിടെ 2 ബട്ടൺസും കൂടെ കൊടുക്കണം.